ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു വചനം ഹെബ്രായർ 12:14. ഹെബ്രായർ 12:14 വചനം ഇന്ന് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളിൽ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവത്തെ ദർശിക്കാനുള്ള ഒരു മാർഗം വിശുദ്ധി വേണമെന്ന്. അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ അതിക്ക് മുൻപത്തെ വചനം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി. അപ്പോൾ വിശുദ്ധി ലഭിക്കാനുള്ള ഒരു മാർഗമാണ് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക. എൻ്റെ കൂടെയുള്ളവരോട്, അതായത് വീട്ടിലുള്ള അമ്മ, അപ്പൻ, ജീവിത പങ്കാളി, മക്കൾ, ബന്ധുക്കൾ, അവരോടൊക്കെ സമാധാനത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിലാണ് വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുക. ഈ വിശുദ്ധി നമ്മളിൽ വരുമ്പോഴാണ് ദൈവത്തെ ദർശിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. അപ്പോൾ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ, അങ്ങനെയാണെങ്കിൽ വിശുദ്ധമായവ എന്താ? നമ്മൾ പള്ളിയിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണ ഈ നിമിഷം, ഇതൊക്കെ വിശുദ്ധമല്ലേ? ദൈവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോഴും അത് വിശുദ്ധമാണ്. അപ്പോൾ ബാക്കിയുള്ള സമയമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ നമ്മളല്ലാതെ ആയിരിക്കുന്ന ബാക്കി സമയമൊക്കെ വിശുദ്ധം അല്ലാതെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് സാധാരണ നാട്ടിൽ പറയണ ഒരു രീതിയിൽ കൂടപ്പിറപ്പാണ് അല്ലേ? അതാണ് വിശുദ്ധി. നമ്മുടെ കൂടെ ഒപ്പം നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കേണ്ടത് ആണ് വിശുദ്ധി. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ജനിച്ച സാഹചര്യങ്ങൾ, നമ്മുടെയൊക്കെ പഴയ കാലങ്ങൾ നമ്മൾ ആലോചിച്ചാൽ അതൊക്കെ വിശുദ്ധമായിരുന്നോ? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് എല്ലാവരും ഒരു പരിധിവരെ പറയണ ഒരു കാരണമാണ് എന്ത്? അന്ന് സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെയായേ. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ വീടിൻ്റെ സാഹചര്യം, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ, ഇടപഴകിയ വ്യക്തികൾ, ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങനെ ആയേ എന്നാണ് നമ്മളെപ്പോഴും പറയാറ് അല്ലേ? അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് എന്ത്? വിശുദ്ധിയുള്ള ഒരു സാഹചര്യത്തിലായിരിക്കില്ല നമ്മളെല്ലാവരും ജനിച്ചത്, ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധിയിൽ എങ്ങനെ നമുക്ക് ഇനി വളരാൻ പറ്റുക? അല്ലെങ്കിൽ നമ്മുടെ മക്കളെ എങ്ങനെയാണ് വിശുദ്ധിയിൽ വളർത്താൻ സാധിക്കുക? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ പറഞ്ഞത് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക അല്ലേ? ഹെബ്രായരുടെ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം. അങ്ങനെ വിശുദ്ധമായി വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് ദർശിക്കാം. അങ്ങനെയാണെങ്കിൽ സാഹചര്യങ്ങളെല്ലാം അശുദ്ധമായിരിക്കെ, വിശുദ്ധിയില്ലാത്ത അവസ്ഥയായിരിക്കെ എങ്ങനെ ഈ കർത്താവിനെ നമുക്കിനി ദർശിക്കാൻ പറ്റും? എങ്ങനെ നമ്മുടെ മക്കളെ കർത്താവിനെ ദർശിക്കുന്നവരാക്കി മാറ്റാൻ പറ്റും? നമ്മൾ ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുക അല്ലേ? നമ്മൾ ഒരു പരിധിവരെ ആയി എന്ന് വെച്ചാൽ ഒരുവിധമൊക്കെ ജീവിച്ച് ഇനി എപ്പോഴാണ് തമ്പുരാൻ്റെ അടുത്തേക്ക് ഇന്ന് നോക്കിയിരിക്കുക അല്ലേ? ഇപ്പോഴത്തെ 100 വയസ്സൊന്നും പണ്ട് കാലത്തെ പോലെ ഇല്ല. ഒരു 50 വയസ്സൊക്കെ ആയാൽ ഏകദേശം അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി വളർന്നു വരുന്ന യുവതലമുറ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ അവർ വിശുദ്ധിയോടുകൂടി ജീവിക്കണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ വഴി പ്രാർത്ഥന, പരിഹാരം. ഈ ആയുധങ്ങളെ നമ്മുടെ കയ്യിലെടുക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, പിനഹസ്
പ്രാർത്ഥനയുടെ ധൂപമുയർത്തി, പരിഹാരത്തിൻ്റെ ധൂപമുയർത്തി പ്രാർത്ഥിച്ച് ഒരു തലമുറയെ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു രംഗം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇന്ന് നമ്മുടെ തലമുറയെ വിശുദ്ധമാക്കി സൂക്ഷിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് പ്രാർത്ഥനയുടെ പരിഹാരത്തിൻ്റെയൊക്കെ ജീവിതം. ഇനി നമുക്ക് തമ്പുരാൻ്റെ മുൻപിൽ കൊടുക്കാനുള്ളത് അതാണ്. നമ്മൾ അത് കൊടുക്കുമ്പോൾ നമ്മുടെ തലമുറ വിശുദ്ധമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇനി നമ്മുടെ തലമുറയെ വിശുദ്ധമാക്കി മാറ്റാൻ പ്രാർത്ഥന പരിഹാരം അത് നമുക്ക് തമ്പുരാൻ്റെ മുൻപിൽ ഉയർത്താം. നമ്മളെല്ലാവരും ഒരു പരിധിവരെ അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ തലമുറകളിൽ ഒന്നാം പ്രമാണ ലംഘന മേഖല ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആയിരിക്കാം, ചിലപ്പോൾ അറിയില്ലായിരിക്കാം, പറഞ്ഞ് കേട്ടത് അങ്ങനെയായിരിക്കാം. ഒരു പരിധി വരെ നമ്മളൊക്കെ കൗൺസിലിങ്ങിനൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ചില സാഹചര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടണത്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ തമ്പുരാനെതിരായി എന്ന് വെച്ചാൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നതിന് പകരം മറ്റ് ശക്തികൾക്ക് അല്ല ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്ഥാനം കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ തലമുറകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിനാൽ തന്നെ നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ അശുദ്ധി കടന്നു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറയിൽ നിന്ന് പുതിയൊരു തലമുറ വരുമ്പോൾ, അതായത് നമ്മുടെ മക്കളൊക്കെ ജനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്ക് അത് കൈമാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറ്റപ്പെട്ട് കിട്ടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇന്ന് പറ്റണത് കാലഘട്ടം അത് ഒരുപാട് അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് മാധ്യമങ്ങളുടെ സ്വാധീനമൊക്കെ ഒരുപാട്. ഈ ഒന്നാം പ്രമാണ ലംഘന മേഖലയിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ തലമുറകൾ പങ്കുകാരാവുമ്പോൾ അതിൻ്റെ ഫലമായി തന്നെ നമ്മുടെ തലമുറയിൽ ജനിക്കുന്ന നമ്മുടെ മക്കൾ അതിൽ പങ്കുകാരായി. ഇത് ഈശോയുടെ രക്തത്തിൻ്റെ യോഗ്യതയാൽ വീണ്ടെടുക്കപ്പെട്ടതാണ്. വീണ്ടെടുക്കപ്പെട്ട ആ യോഗ്യതയിൽ നമ്മൾ പങ്കുചേർന്ന് നേടിയെടുക്കുമ്പോഴാണ് നമ്മൾക്കതിൽ നിന്ന് മോചനം അല്ലെങ്കിൽ വിശുദ്ധീകരണം കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശുദ്ധീകരണം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥനയും പരിഹാരമൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെ രക്ഷിക്കും. ഇത് നമ്മൾ തിരിച്ചറിയാൻ വൈകുന്ന ആ സമയങ്ങളിൽ നമ്മുടെ തലമുറയ്ക്കൊക്കെ പറ്റുന്നത്, ഒന്നാം പ്രമാണ ലംഘന മേഖല നടന്നിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ട് ആറാം പ്രമാണ ലംഘന മേഖലയാണ് പിന്നെ സംഭവിക്കാനായിട്ട് സാധ്യത വരിക. ആറാം പ്രമാണം വ്യഭിചാരം ചെയ്യരുത്, അല്ലേ? ഇത് നമ്മുടെ ചെറിയ തലമുറയ്ക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യാം? ആറാം പ്രമാണ ലംഘനത്തിലേക്ക്, അതായത് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ തലമുറകളിൽ അങ്ങനത്തെ ആചാരങ്ങളോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് അതിൻ്റെ ഒരു ആധിപത്യം വന്നിട്ടുണ്ടാവും. അത് നമ്മുടെ മക്കളെ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ചെറുപ്പത്തിലേ തുടങ്ങി ആകർഷിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവർ പ്രാർത്ഥനയുടെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ലോകത്തിൻ്റെ കാര്യങ്ങൾക്കായിരിക്കും അവർക്ക് താല്പര്യം വരിക. അത് നമ്മുടെ മക്കളെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ മക്കളെ, നമ്മൾ കാണുന്ന മക്കളെ, നമ്മുടെ സ്വന്തം മക്കളെയൊക്കെ നോക്കി അറിയാൻ പറ്റും അവരുടെ ഇൻട്രസ്റ്റ് ഏതിലേക്കാണെന്ന്. ദൈവിക കാര്യങ്ങളിലേക്ക് ചായ്വുണ്ടോ, ലോകത്തിൻ്റെ കാര്യങ്ങൾക്കാണോ ചായ്വ്? അതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ തലമുറകളിൽ വന്നുപോയ വീഴ്ചകൾ. അങ്ങനെ തിരിച്ചറിയണം നമ്മുടെ മക്കളെ. ഇങ്ങനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ മക്കൾ ഓട്ടോമാറ്റിക് ഈ ലോകത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ അതുപോലെ സ്വാധീനം ചെലുത്തുന്ന കാലഘട്ടം. അവരുടെ കൈകളിൽ ഈ മാധ്യമങ്ങൾ സമൃദ്ധിയായി, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഇല്ലേ, സമൃദ്ധിയായി വരുന്നുണ്ട്. പഠന കാര്യങ്ങൾക്കും ഗെയിം കളിക്കാൻ അങ്ങനെയായിട്ട് ഈ സമയങ്ങളൊക്കെ നമ്മുടെ മക്കൾ ഈ ലോകത്തിൻ്റെ മേഖലയിലേക്ക് അടിപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. ഞാനിവിടെ നിന്ന് പറയുന്നത്, ഞങ്ങളുടെ മുൻപിലേക്ക് കൗൺസിലിങ്ങിന് വരുന്ന ഒരു 7ാം ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികളൊക്കെ 7, 8, 9, 10 ആ കാലഘട്ടത്തിലില്ലേ, ഭൂരിഭാഗം പേരും മൊബൈലിൽ ജഡിക പാപ മേഖലയിലാണ് ഭൂരിഭാഗം മക്കളും.
ഈ മക്കളല്ലേ അടുത്ത തലമുറ നമ്മുടെ, അല്ലേ? ആ മക്കൾ അറിഞ്ഞിട്ടല്ല അതിൽ പോണത്. അവർ പോകുന്നതിൻ്റെ ഒരു കാരണം ഈ തലമുറകളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ മക്കൾ സാവധാനം ഇങ്ങനത്തെ ലോകത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ജഡിക പാപ മേഖലയിലൂടെ കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കൾ ഓട്ടോമാറ്റിക് 6-ാം പ്രമാണ ലംഘന മേഖലയിലേക്കാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഏജ് 7 തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള ഏജ് അല്ലേ? അത് കഴിഞ്ഞ് അവർ പോണ കൗമാര കാലഘട്ടമല്ലേ അല്ലേ? ആ സമയത്ത് അവർ ജഡിക പാപ മേഖലയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതുകൊണ്ടാണ് പറയണേ 1-ാം പ്രമാണ ലംഘനം റിലേറ്റഡ് ടു 6-ാം പ്രമാണം. ഇതിന്ന് തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കൗൺസിലിങ്ങിന് ഞങ്ങളുടെ മുൻപിൽ വരുന്ന മക്കളിൽ ഒരുപാട് പേരിൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമാണ്, ഈ ജഡിക പാപ മേഖലയിലേക്ക് പോകുന്നതെല്ലാം 6-ാം പ്രമാണവുമായി ബന്ധപ്പെട്ട് കിടക്കണേ ആ മേഖലകൾ. അതെല്ലാം അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ മക്കൾ അങ്ങനെ വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇവർ 6-ാം പ്രമാണ ലംഘന മേഖലയിലേക്ക് എത്തിപ്പെടും അവരുടെ നല്ല യൂത്ത് കാലഘട്ടം വരുമ്പോൾ. ഇതൊക്കെ അവരുടെ ജനന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ആന്തരിക മുറിവ് അല്ലെങ്കിൽ തലമുറകളിൽ വന്നുപോയ വീഴ്ചകളുടെ പരിണിത ഫലം. അതുകൊണ്ട് ആ പ്രാർത്ഥനയും പരിഹാരവും നമ്മൾ ഉയർത്തണം എന്ന് പറയുന്നത്. ഇത് ഉയർത്താത്തോടത്തോളം കാലം ഇപ്പം ഞാൻ 6-10 ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവ വിശുദ്ധരാകും. വിശുദ്ധമായ കാര്യങ്ങൾ പോലും ദൈവിക കാര്യങ്ങൾ പോലും വിശുദ്ധിയോടെ ചെയ്യാൻ ഇന്ന് നമ്മുടെ യുവതലമുറയ്ക്ക് സാധിക്കുന്നില്ലല്ലോ. വിശുദ്ധ കുർബാനയിൽ ശരിക്കും പങ്കെടുക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. +2 വരെ അവർ പള്ളിയുടെ അകത്തായിരിക്കും. +2 കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെയൊക്കെ പ്ലേസ് എവിടെയാണ്, സ്ഥലം എവിടെയാണ് വിശുദ്ധ കുർബാനയ്ക്ക്? ഒന്നില്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് അല്ലെങ്കിൽ പള്ളിയുടെ ഏറ്റവും ബാക്കിൽ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ദൈവിക കാര്യങ്ങൾ തീക്ഷ്ണത ഇല്ലാതെയായി പോണേ? ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു പരിധി വരെ തലമുറകളിൽ വന്നു പോണ വീഴ്ചകളുണ്ട്. 1-ാം പ്രമാണ ലംഘന മേഖലയിൽ തലമുറയിൽ സംഭവിച്ച വീഴ്ചകളുണ്ട്. അതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചാലാണ് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ മക്കൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ശരിക്കും നമ്മൾ അങ്ങനെയല്ലേ പഠിക്കണം. ഉത്ഭവ പാപം നമ്മൾക്ക് അങ്ങനെ ലഭിച്ചതാണ് അല്ലേ? ഉത്ഭവ പാപം ഇതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും ലഭിക്കുന്നത്. ഇത് അവരെ ജഡിക പാപ മേഖലയിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. ഈ ജഡിക പാപ മേഖലയാണ് ഇന്ന് നമ്മുടെ മക്കളൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കണേ, നമ്മുടെ യുവജനം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കണേ. ഇത് അവർ തിരിച്ചറിയുന്നില്ല, നമ്മളും തിരിച്ചറിയുന്നില്ല. വിവാഹത്തിന് മുൻപ് പ്രത്യേകിച്ച് ലവ് അഫെയേഴ്സിലൊക്കെ പെടുന്ന കുട്ടികളില്ലേ, വിവാഹ ജീവിതത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങളോട് റിലേറ്റഡായ എല്ലാ പ്രവൃത്തികളും, ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും 6-ാം പ്രമാണ ലംഘനത്തിന് എതിരാ. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നോക്കിയാൽ ഇന്ന് നമ്മുടെ യുവജനങ്ങളുടെയൊക്കെ സ്ഥാനം നോക്കി, അവരുടെ ഓരോ ആഘോഷങ്ങൾ, ഒരുമിച്ച് കൂടലുകൾ, അവരുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മക്കൾക്ക് വിശുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഈ വിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ ഇവർക്ക് പറ്റുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ജപമാല ചൊല്ലുന്നുണ്ടാവാം, അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകണുണ്ടാവാം, ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഇങ്ങനത്തെ ചില തിന്മയുടെ മേഖലകൾ നമ്മുടെ മക്കൾ അറിയാതെ പോകുന്നുണ്ട്. നമ്മൾ പോലും, മാതാപിതാക്കളായ നമ്മൾ പോലും ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ വിശുദ്ധി എന്ന് പറയുന്ന അവസ്ഥയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. കാരണം ലോകം ഒരുക്കിയിരിക്കുന്നത് വലിയൊരു കെണിയാണ്. ഈ ജഡിക പാപ മേഖലയുടെയൊക്കെ തീവ്രതയാണ് ഇന്ന് ചില രാജ്യങ്ങളിലൊക്കെയുള്ള സ്വവർഗ വിവാഹം നിയമമായി അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ബേസ് കിടക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഇങ്ങനെ വന്നു പോണ വീഴ്ചകളാണ് ഇതുപോലത്തെയുള്ള നിയമങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. അത് തിരിച്ചറിയാതെ നമ്മൾ പ്രാർത്ഥനയുടെ കരമുയർത്തുമ്പോൾ ഞാനൊരു 100 ജപമാല
അതിനു വേണ്ടി ചെല്ലിയാലും എന്നിൽ ഈ അശുദ്ധി ഉണ്ടെങ്കിൽ ഈ ജപമാലയുടെ ഫലം പുറത്തു വരുമോ? ഇല്ല. എനിക്ക് എൻ്റെ അധര വ്യായാമമായിട്ട് എത്ര ജപമാല ചൊല്ലാൻ പറ്റും, എത്ര വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ ദൈവത്തിന് അതിൽ ഇടപെടണമെങ്കിൽ ഇങ്ങനെ ഒരു ആന്തരിക വിശുദ്ധിയുടെ മേഖല അത് വേണം. നമ്മൾക്ക് വേണം, നമ്മുടെ മക്കൾക്കും വേണം, ഇന്നത്തെ യുവജനങ്ങൾക്ക് വേണം. അവർക്ക് ഇതിനെക്കുറിച്ചൊരു തിരിച്ചറിവേ ഇല്ല. അവരുടെ ഈ ഇടപഴകലിലൂടെ, അവരുടെ ഈ ഫ്രണ്ട്ഷിപ്പിലൂടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇങ്ങനെയുള്ളൊരു വിശുദ്ധിയാണ്. ഇത് നഷ്ടപ്പെട്ടിട്ട് അവർ എത്ര ഹല്ലേലൂയ പാടി നടന്നാലും, എത്ര ജീസസ് യൂത്തിൽ പ്രവർത്തിച്ചാലും അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല, ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. ജീസസ് യൂത്ത് അല്ലെങ്കിൽ യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രയർ ഗ്രൂപ്പ്, അതിലൊക്കെ ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് കൃപയുള്ള മക്കളുണ്ട്, ദൈവകൃപ ഉള്ള ഒരുപാട് മക്കളുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ ഇതുപോലെ കൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ഇതുപോലെയുള്ള പ്രയർ ഗ്രൂപ്പുകളിൽ, പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന യുവജനങ്ങളുണ്ട്. നന്മയുടെ രൂപത്തിൽ തിന്മ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മക്കൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകണു, പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, KCYM ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവാ, നല്ല മക്കളാണ്. പക്ഷേ ഇങ്ങനത്തെ ചില മേഖലകൾ ഇവരെ കെട്ടിയിട്ടിട്ടുണ്ടാവും. ആ കെട്ടഴിച്ചു കൊടുക്കാനാണ് നമ്മൾ ധൂപം ഉയർത്തേണ്ടത്, പ്രാർത്ഥന ഉയർത്തേണ്ടത്. അത് നമ്മുടെ കടമയാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ലോകം മുഴുവനുള്ള യൂത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇങ്ങനത്തെ തിന്മയുടെ മേഖല, ജഡിക പാപബന്ധനങ്ങളുടെ മേഖല നോക്കുമ്പോൾ ആരും 6-ാം പ്രമാണം ലംഘിച്ചിട്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റ് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വഴി അവരിലൂടെ പ്രവർത്തിക്കുന്ന അരൂപി ഈ വ്യഭിചാരത്തിൻ്റെ അരൂപിയാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പിലൂടെ, ചില ബന്ധങ്ങളിലൂടെയൊക്കെ സംഭവിക്കണത് അത് നന്മയുടെ രൂപത്തിൽ തിന്മ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ ഏറ്റവും വിജിലൻ്റ് ആവേണ്ട ഒരു നമ്മളാണ്, തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. അതായത് ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള ഒരു കൃപ നമുക്കും നമ്മുടെ മക്കൾക്കും ഇന്നത്തെ യുവതലമുറയ്ക്ക് ലഭിക്കണം. അടുത്ത് വരുന്ന വ്യക്തികൾ, ഫ്രണ്ട്സായി എടുക്കുന്നവരൊക്കെ ഏതാത്മാവിൻ്റെ, ഏതരൂപിയുടെ പ്രവർത്തനം അവരിൽ നടക്കണേ അതറിയാനുള്ളൊരു കൃപ ചോദിച്ച് വാങ്ങണം. നമ്മൾ ചോദിച്ച് വാങ്ങണം. ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ ചോദിച്ച് വാങ്ങണം. അത് ഇനി വാങ്ങിയില്ല എങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രാർത്ഥനകൾ ഇനിയത്തെ കാലഘട്ടത്തിലേക്ക് നടത്തുന്ന പ്രാർത്ഥനകൾ ഉപകാരപ്പെടില്ല. തിന്മയുടെ ബന്ധനത്തിൽ അടിത്തറ ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയർത്തിയാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വയം വിശുദ്ധീകരണത്തിൻ്റെ ഒരു കാലഘട്ടം ഇനി നടക്കേണ്ടത്. ഗ്രൂപ്പിനേക്കാൾ ഉപരി വ്യക്തിപരമായൊരു വിശുദ്ധീകരണം ഓരോരുത്തരിലും, ചെറിയ മക്കൾ തുടങ്ങി വലിയവർ വരെ അത് നടക്കണം. അതുമാത്രമാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരായുധം. പേഴ്സണൽ വിശുദ്ധി, സ്വന്തമായൊരു സ്വയം ഒരു വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധീകരണം അത് നടക്കണം. അത് നടക്കാത്തോടത്തോളം കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുക്കപ്പെട്ട മക്കൾ വേണ്ടേ? അവരിലല്ലേ ഈ വിത്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ പരിശുദ്ധാത്മാവിന്. മക്കൾ പുറമേ ഒരുങ്ങിയിരിക്കണ ബാഹ്യമായ രീതിയിൽ, പക്ഷെ ആന്തരികമായ രീതിയിൽ ഇതുപോലെയൊക്കെ മ്ലേച്ഛ പാപങ്ങളുടെ ബന്ധനത്തിലാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇന്ന് കാലഘട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇനി നമ്മൾ പ്രാർത്ഥനയുടെ കര ഉയർത്തേണ്ട ഒരു മേഖല അതാ. ഇന്നത്തെ യുവതലമുറ മുഴുവൻ നമ്മൾ ഓരോരുത്തരും സ്വയം വിശുദ്ധീകരിക്കപ്പെടാൻ, ഈ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ചെന്നാൽ അവിടെ പരിശുദ്ധാത്മാവിനെ എടുത്തുപയോഗിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ വ്യത്യാസമാണ്, ദാനങ്ങൾ വ്യത്യസ്ത. ഒരു വ്യക്തിക്ക് എല്ലാ കൃപയും കൊടുക്കില്ല, എല്ലാ ദാനങ്ങളും കൊടുക്കില്ല. അത് പല വ്യക്തികളിലാണ് കൊടുക്കുക. ഒരു ഗ്രൂപ്പിൽ ഈ പല വ്യക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട മക്കൾക്ക് താഴാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയാവാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ മുൻപിൽ താഴാൻ, അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ, ഒന്ന് മാറി നിൽക്കാൻ, ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് പറ്റണമെങ്കിൽ അവർ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമൊക്കെ സ്വന്തം മഹത്വത്തിലേക്കായി മാറും.
മറ്റുള്ളവരുടെ മുൻപിൽ പേരെടുക്കാൻ. പല പ്രവർത്തനങ്ങളുടെ പിന്നിൽ നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന, പരിഹാര പ്രവൃത്തികൾ, ഉപവാസം, ദാനധർമ്മങ്ങൾ, ഇതിൻ്റെയൊക്കെ പുറകിൽ ശരിക്കും മഹത്വം ദൈവത്തിനാണോ നമുക്ക് തന്നെയാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ മനസ്സിലാക്കാതെയാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പോകുമ്പോൾ, ആ പ്രവൃത്തിയുടെ ഫലം അവിടെ പ്രകടമാക്കാൻ, ആ പ്രവൃത്തി അഭിഷേകമാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് സാധിക്കാതെ പോകും. അങ്ങനെ വരുമ്പോഴാണ് പ്രാർത്ഥനകൾ ഉയർത്തിയിട്ടും അവിടെ ഒരു നന്മ കാണാതെ പോണത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വയം വിശുദ്ധീകരണം. ഈ സ്വയം വിശുദ്ധീകരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? നമ്മുടെ സ്വയം വിശുദ്ധീകരണം നടക്കേണ്ടത് നമ്മുടെ ആന്തരിക മേഖലയിലെ മുറിവുകളുടെ ഹീലിംഗാണ്, അല്ലേ? ഇന്ന് നമ്മുടെ മക്കളൊക്കെ ലവ് അഫെയറിൽ പെട്ടുപോകുമ്പോൾ ആ കുട്ടികളോട് കുറച്ച് നേരം സംസാരിച്ചറിയാൻ പറ്റും. അവരുടെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചും ബിസി ആയിരിക്കും, മക്കളുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങി അവർ വീട്ടിൽ അവരായിട്ട് പ്രശ്നമാണ്. ബ്രോക്കൺ ഫാമിലി ആയിരിക്കും ഭൂരിഭാഗവും. അതിൽ നിന്നുണ്ടായ ആന്തരിക മുറിവായി ഈ കുട്ടീനെ ലവ് അഫെയറിൽ കൊണ്ടുവന്ന് എത്തിക്കണത്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്, സിസ്റ്ററെ, എൻ്റെ പാരൻസ് ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്ക് സ്നേഹത്തിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരാളെ കണ്ടുപിടിക്കട്ടെ ആ കുറവ് നികത്താൻ. കൗൺസിലിങ്ങിന് ചോദിക്കാൻ വന്നതാ, ആളെ സെലക്ട് ചെയ്യട്ടെ എന്ന്. അവർ സൈക്കോളജി പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്, ഫാമിലിയിൽ നിന്ന് കിട്ടാത്തത് കിട്ടിയാലാണ് പൂർത്തിയാവുള്ളൂ. സ്നേഹമോ എന്തോ ആവട്ടെ, അതെല്ലാം അത് പുറത്തൊരാളിൽ നിന്ന് എടുക്കട്ടെ എന്ന് ചോദിക്കാനൊന്ന് നമ്മുടെ മക്കൾ കൗൺസിലിങ്ങിന് വരണത്, നമ്മുടെ മക്കൾ പ്രാർത്ഥനയ്ക്ക് പോണത്, അവർ ചൊല്ലണ പകുതി ജപമാലയും അവരുടെ ഇങ്ങനത്തെ നിയോഗങ്ങളുടെ സാറ്റിസ്ഫാക്ഷനാണ്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ മക്കൾ നല്ല രീതിയിലാണ് പോണേന്ന് വിചാരിച്ച്. ദൈവമാണ് ഇതിൻ്റെയൊക്കെ പൂർത്തീകരണം, അല്ലേ? യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മാത്രമേ മനുഷ്യന് നഷ്ടപ്പെട്ടത് അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചു തരാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യ വ്യക്തിക്കും ഈ ലോകത്തിലുള്ള ഒന്നിനും അത് തിരിച്ചു തരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ ഇതൊക്കെ അന്വേഷിച്ച് ഈ ലോകത്ത് നടന്ന ഇതൊക്കെ തിരിച്ചു കിട്ടുമോ? കിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് ലഭിക്കാതെ പോയത് ഇവരുടെ ആന്തരിക മുറിവ. ഈ ആന്തരിക മുറിവ എന്ന പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം. അതിനവർ കൗൺസിലിങ്ങിന് വന്ന് ചോദിക്കേണ്ടത് അനുവാദം പോലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾ പോലും ഇങ്ങനത്തെ മേഖലയിലേക്ക് എടുക്കാനാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഈ ആന്തരിക മുറിവിൻ്റെ പൂർത്തീകരണം മുഴുവൻ നടക്കേണ്ടത് ദൈവത്തിലാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്, ദൈവാനുഭവത്തിലാണ്. അതാണ് ഇന്ന് നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ? അപ്പം ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുക, നമ്മുടെ ഈശോ ജനിച്ച സാഹചര്യം, ഇപ്പം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടല്ലേ പോകുന്നത്, അല്ലേ? പരിശുദ്ധ അമ്മ മംഗളവാർത്ത അറിഞ്ഞ മൊമെൻറ്റ്, അല്ലേ? അതായത് പ്രഗ്നൻ്റ് ആവണ ഒരു ടൈമല്ലേ, അല്ലേ? ആ സമയം തുടങ്ങി ആ അമ്മയ്ക്ക് എന്താ കിട്ടിയിരിക്കണേ? അമ്മയ്ക്ക് കിട്ടിയിരിക്കണത് എന്താ? സന്തോഷം മാത്രമായിരുന്നോ? സഹനമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഒരുപാട് ആന്തരിക മുറിവ് വേണ്ടേ? ജനിച്ചിട്ട് പോലും ഇപ്പോൾ ഈ സമയമൊക്കെ എങ്ങനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന സമയമാണ് ആണല്ലോ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് എത്ര ആന്തരിക മുറിവാണ് വരേണ്ടത്? ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതിനൊരു കാരണം എന്താണെന്നറിയോ? പരിശുദ്ധ അമ്മ ഗർഭവതിയായത് ആരിൽ നിന്നാ? പരിശുദ്ധാത്മാവിൽ നിന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ യുവജനങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ ഗർഭം ധരിക്കണ മൊമെൻറ്റ് ആരുടെ സാന്നിധ്യത്തിലായിരിക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെയാണെങ്കിൽ പിന്നീട് വരുന്ന എന്ത് മുറിവും, അതിന് മുൻപുള്ളത് അതിന് ശേഷമോ ഉള്ള ആന്തരിക മുറിവൊന്നും ഒരിക്കലും മക്കളിലേക്ക് പകർന്നു വരില്ല. ഇത് നമുക്ക് സംഭവിക്കാതെ പോയതുകൊണ്ട് ഇന്ന് നമ്മുടെ മക്കൾ ഇങ്ങനെ തെറ്റിപ്പോണത്, അല്ലേ? അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കളുടെ. നമ്മളുടെ ഇന്ന് എന്താ വന്നു പോയേ അതെല്ലാം തിരിച്ചു പിടിച്ച് മക്കൾക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ പരിശുദ്ധ അമ്മയ്ക്കും ഈ ഈശോയ്ക്കും മാത്രമേ ഇതിൻ്റെയൊക്കെ പൂർത്തീകരണം തരാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിലൂടെ അവർ
നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ കൂടുതൽ ആശ്രയിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ നീല അങ്കിക്കുള്ളിലാണ് നമ്മുടെ മക്കളൊക്കെ സംരക്ഷണം തേടേണ്ട സ്ഥലം. അല്ലാതെ പപ്പയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, മമ്മിയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അടുത്തുള്ളവർ, ഒപ്പം ജോലി ചെയ്യണവർ, വഴി പോണവർ എന്നല്ല ചോദിക്കണ്ടേ. നമ്മുടെ മക്കൾക്ക് നമ്മൾ തിരിച്ചറിവ് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളായിരുന്നു, പക്ഷേ ഇതൊക്കെ തിരിച്ചു തരാൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മയും ഉണ്ണീശവും നമ്മുടെ കൂടെ ഉണ്ട്. അവരോട് ചോദിച്ച് അത് വാങ്ങാൻ പറയേണ്ടത്. അങ്ങനെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട അമ്മ മാതാപിതാക്കളെ, നിങ്ങൾ ജീവിച്ച സാഹചര്യങ്ങളില്ലേ, നിങ്ങൾ വളർന്നു വന്ന കഷ്ടപ്പാട്, നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ, അതൊക്കെ നിങ്ങളുടെ മക്കൾ അറിയണം. അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ നിന്ന് എന്തൊക്കെ വരുമെന്നുള്ളത് അവരറിയണം. എന്നിട്ട് അവർ അതൊക്കെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ സാന്നിധ്യത്തിൽ നിന്ന് നേടിയെടുക്കണം. അപ്പോൾ ജീവിതം വിശുദ്ധമാകും. അങ്ങനെ വിശുദ്ധമാക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് വിശുദ്ധി. അങ്ങനെ വിശുദ്ധമാക്കേണ്ടതാണ് നമ്മൾ. ഇനി ഇങ്ങനെ വിശുദ്ധമാക്കിയാലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിശുദ്ധിയുടെ ഉപകരണങ്ങളായി നമ്മളെ മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇത് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുമ്പോൾ വളരെ വേദനയോടുകൂടി ഒരു കാര്യം കൂടി പറയാണ്. കുടുംബത്തിൽ നിന്നാണ് ഈ വിശുദ്ധി മക്കൾക്ക് കിട്ടേണ്ടത്. കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത വിശുദ്ധി അവർ തേടിപ്പോണ സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ വഴികളാണ്. അതൊരിക്കലും അവർക്ക് വിശുദ്ധി തിരിച്ചു കൊടുക്കില്ല. അവരെ കൂടുതൽ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകും. അവർക്ക് കൊടുക്കും കുറച്ച് നേരത്തെ ഒരു സംതൃപ്തി, കുറച്ച് നേരത്തെ ഒരു സന്തോഷം. അത് മാത്രമേ തിരിച്ചു തരുള്ളൂ ലോകം. പരിപൂർണമായ ഒരു സംതൃപ്തി, ഒരു സന്തോഷം അതൊരിക്കലും ലോകത്തിന് തരാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുടുംബമാണ് വിശുദ്ധിയുടെ അടിസ്ഥാന ഘടകം. നിങ്ങൾ കുടുംബത്തിൽ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന വിശുദ്ധിയില്ലേ, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുമേ അവർക്ക് കെട്ടിപ്പണിയാൻ പറ്റുള്ളൂ. അങ്ങനെ വിശുദ്ധിയോടുകൂടി മക്കളെ തിരുസഭയ്ക്ക് നൽകിയാൽ നല്ല വൈദികരും നല്ല സമർപ്പിതരും ഉണ്ടാവുള്ളൂ. വൈദികർക്കും സമർപ്പിതർക്കും തെറ്റുപറ്റുമ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ബേസ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നാണ്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. ആ ബേസ് മോശമായി ഇട്ടുകൊടുത്ത് അതും എത്ര പണിതാലും നമ്മൾക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കന്മാർക്കും, ക്രിസ്തീയ മാതാപിതാക്കന്മാർക്ക് പ്രത്യേകിച്ച് കടമയുണ്ട്. വിശുദ്ധിയിൽ മക്കളെ വളർത്തുക, വിശുദ്ധിയിൽ മക്കളെ ജനിപ്പിക്കുക. തമ്പുരാൻ്റെ സഹായത്തിൽ ഇത് സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചല്ലോ. ഇത്രയും ബുദ്ധിമുട്ടിൽ ഒരു ആന്തരിക മുറിവുമില്ലാതെ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ, ഈശോയിനെ വളർത്താൻ ഇല്ലേ? അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണെങ്കിൽ ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മക്കളെ വിശുദ്ധിയിൽ വളർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിന് നിങ്ങൾ പരിശ്രമിക്കണം. ഇനിയത്തെ കാലഘട്ടത്ത് വിശുദ്ധിയില്ലാതെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുൻപിൽ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആ വിശുദ്ധിക്ക് അടിത്തറയിട്ട് കൊടുത്തില്ലെങ്കിൽ അതൊരിക്കലും പിന്നെ നമുക്ക് തിരിച്ച് കിട്ടില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കണത് ഇന്നത്തെ യുവതലമുറേനെ, ഇന്നത്തെ ലോകത്തിൻ്റെ പോണ വഴികൾ അവർ പോലും അറിയുന്നില്ല. അവർ ജഡിക പാപ മേഖലയിലാണ്, അല്ലെങ്കിൽ അറിയാതെ 6-ാം പ്രമാണ ലംഘന മേഖലയിലാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ചെന്നെത്തണത്, അവരുടെ സ്നേഹബന്ധങ്ങൾ ചെന്നെത്തണത്. ഇത് പറയുമ്പോൾ നമ്മൾ ഈ വചനഭാഗത്തിൽ തന്നെ ഇങ്ങനെ വായിക്കും, നിങ്ങളുടെ ആലയം പരിശുദ്ധമാണ്, അത് ദൈവം വസിക്കുന്ന സ്ഥലമാണ് അല്ലേ? അങ്ങനെ ദൈവം വസിക്കുന്ന നമ്മുടെയൊക്കെ ആലയങ്ങൾ, നമ്മുടെയൊക്കെ മക്കളുടെ ആലയങ്ങൾ പരിശുദ്ധിയോടുകൂടി തന്നെയാണോ? വിശുദ്ധമല്ല. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. അതാ ഇന്ന് കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കണേ. വിശുദ്ധമല്ലാത്ത ശരീരങ്ങൾ, വിശുദ്ധമല്ലാത്ത പ്രവൃത്തികൾ, ഇതെല്ലാം ഇന്ന് ലോകത്ത് പെരുകി വരുന്തോറും നാശത്തിൻ്റെ വലിയ വലിയ കുഴികളിലേക്കാണ് നമ്മുടെ തലമുറ വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യുവജനങ്ങളുടെ വിശുദ്ധിക്ക് വേണ്ടി, പേഴ്സണലായി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന ഉയർത്തണം. നമ്മൾ സ്വയം പ്രാർത്ഥന നമ്മളുടെ വിശുദ്ധിക്ക് വേണ്ടി ചെയ്യണം. അതിൻ്റെ ഒപ്പം
മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തേണ്ടത് യുവജനങ്ങളുടെ ഈ വിശുദ്ധിക്ക്, അതായത് ശരീരത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി. അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അവരുടെ ബന്ധങ്ങൾ, അവരുടെ സ്പർശനങ്ങൾ, അവരുടെ നോട്ടങ്ങൾ, അവരുടെ സംസാരങ്ങളൊക്കെ വിശുദ്ധമല്ല എന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക എന്നുള്ളൊരു ഹെഡിങ്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ പ്രലോഭനഹേതുവാകുന്നവന് ദുരിതം. പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ്, പക്ഷേ പ്രലോഭന ഹേതുവാകുന്നതിന്. ഇന്ന് നമ്മുടെ മക്കളുടെ സംസാരങ്ങൾ, പ്രവൃത്തികൾ ഇതെല്ലാം വിശുദ്ധിക്കെതിരാ. അവർ തമാശകൾ പറയുന്നത് പോലും അശുദ്ധമായ കാര്യങ്ങൾ ഉപയോഗിച്ചാണ്, അശുദ്ധമായ രീതികളാണ് എൻജോയ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ലോകത്തിൻ്റെ മുൻപിൽ ഒരു ദുഷ്പ്രേരണയാണ്. അങ്ങനെ ദുഷ്പ്രേരണ നൽകുന്നവർക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? അവരുടെ കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടി. തിരികല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന, ഇന്നത്തെ കാലത്ത് അത്രയും അറിയില്ല, കാരണം മിക്സിയാണ് അരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കല്ലേ. തിരികല്ല് വലിയ കല്ലായിരിക്കും അല്ലേ, അതിൽ അമ്മമാരിരുന്ന് തലേദിവസം അരച്ചിട്ടാണ് ദോശ ഇഡ്ഡലിയൊക്കെ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാക്കണേ. ഈ തിരികല്ല് അത്രയും വെയിറ്റ് ഉള്ളതാണ്. ഇത് ഞാൻ ഇങ്ങനെ പറയണത് ചിലപ്പോൾ എല്ലാവരും ഇത് എന്താ തിരികല്ലെന്ന് കണ്ടിട്ടുണ്ടാവില്ലേ, അതുകൊണ്ടാണ്. ഈ തിരികല്ല് നമ്മുടെ കഴുത്തിൽ കെട്ടേണ്ട കാര്യമുണ്ടോ? വെള്ളത്തിൽ വീണ എന്താ? വെള്ളത്തിൽ വീണ ഓൾറെഡി നമ്മൾ മരിക്കും ഇല്ലേ? അതായത് നീന്തലൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മരണം സംഭവിക്കും. പിന്നെ എന്തിനാ ഈ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ ഇടാൻ പറയണേ? വചനം അങ്ങനെയല്ലേ? എന്തിനാ അങ്ങനെ പറയണേ? താഴ്ത്തപ്പെട്ടാലില്ലേ, ദുഷ്പ്രേരണ നൽകുന്നവരുടെ ശവശരീരം പോലും പൊങ്ങി ലോകം കാണരുത്. ദൈവം ആഗ്രഹിക്കണില്ല ദുഷ്പ്രേരണ നൽകുന്ന മക്കളുടെ ശരീരം പോലും. അതുകൊണ്ട് ഈ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയാൻ പറയണേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ രീതി, സംസാരം, ആഘോഷങ്ങൾ ഇതൊക്കെ ദുഷ്പ്രേരണയല്ലേ? ലോകത്തിൻ്റെ അങ്ങനെയായി മാറണില്ലേ യുവജനങ്ങളുടെയൊക്കെ? ഉണ്ട്. അതുകൊണ്ട് ഈ വചനം ഞാൻ പെട്ടെന്ന് ഓർത്തത്, നിങ്ങളുടെ മുൻപിൽ പറയാനായിട്ട് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചത്. തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ദുഷ്പ്രേരണ എൻ്റെ ചിന്തയിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, നോട്ടത്തിലൂടെ, സ്പർശനത്തിലൂടെ, സംസാരത്തിലൂടെയൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ എനിക്ക് ഇതാ വരാനിരിക്കണേ. എൻ്റെ ശരീരം പോലും പിന്നെ ലോകം കാണാൻ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ടാണ് തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയാൻ പറയണേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡ്രസ്സ്, മക്കൾ ധരിക്കുന്ന ഡ്രസ്സ്, അവരുടെ സംസാരങ്ങൾ, അവരുടെ ഇടപഴകലുകൾ, നോട്ടങ്ങൾ, സ്പർശനങ്ങൾ, അതിലൂടെയൊക്കെ അശുദ്ധി മറ്റുള്ളവരിലേക്ക്, ലോകത്തിൻ്റെ മുൻപിലേക്ക് പകർന്നു വരാനായിട്ട്, പകർത്തപ്പെടാനായിട്ട് ഇടവരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യുവജനങ്ങൾ അതുപോലെ അവരുടെ വസ്ത്രധാരണ രീതികളും അവരുടെ ഇടപഴകലുകൾ, സംസാരങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് ലോകത്തിൻ്റെ മുൻപിൽ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ തമ്പുരാൻ അവർക്കൊക്കെ വെച്ചിരിക്കുന്നത്, നമുക്കൊക്കെ വെച്ചിരിക്കുന്നത് ഈ വചനപ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ്, വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. ഇതുപോലെ നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായം 14-ാം തിരുവചനം. നിയമാവർത്തന പുസ്തകം, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്നും അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. പഴയ നിയമഭാഗത്ത് പാളയം ദൈവം വസിക്കുന്ന സ്ഥലമാണ് അല്ലേ? പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, അതായത് നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. അവിടെ ഞാൻ വരുമ്പോൾ അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് പാളയത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ പാളയം വിശുദ്ധമായി സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ശരീരമാകുന്ന ആലയത്തിൽ വസിക്കുന്ന ദൈവം ശരീരമായ ആലയത്തിൽ വസിക്കുമ്പോൾ അശുദ്ധമായതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ മക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ യുവജനങ്ങൾ
ശ്രദ്ധിക്കണം. പ്രത്യേകമായി ഇന്ന് ജഡിക പാപമേഖല അതാണെന്ന് പോലും തിരിച്ചറിയാതെ സ്വയംഭോഗം, സ്വവർഗഭോഗം, ഈ തിന്മയുടെ മേഖലയിൽപ്പെട്ട് നമ്മുടെ മക്കൾ ഒരുപാട് പേര് ഇതറിയാതെ നടക്കുക. ഒരുപാട് പേര് ഇത് ഇൻഡയറക്റ്റ് വ്യഭിചാരത്തിന് ഈക്വലാണ് ഈ ചെയ്യണ തിന്മകളൊക്കെ. ഇതൊന്നും തിരിച്ചറിയാതെ നമ്മുടെ മക്കൾ ആഘോഷമായി നടക്കണത്. വിശുദ്ധമായ കാര്യങ്ങളിലേക്ക് സമീപിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലയത്തിൽ പോലും വിശുദ്ധിയോടുകൂടി വ്യാപരിക്കാൻ സാധിക്കാതെ, അതായത് ബാഹ്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് തോന്നിപ്പിക്കുമാറ് നല്ല രീതിയിൽ അവർ വരും അല്ലേ. നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ധരിച്ച് മാച്ച് ചെയ്ത് അതിനോട് ആപ്റ്റായ സാധനങ്ങളെല്ലാം ഇട്ട് നമ്മുടെ മക്കളൊക്കെ പുറത്തിറങ്ങി പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ആർക്കെങ്കിലും ഇത് ദുഷ്പ്രേരണയ്ക്ക് കാരണമായാൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളും കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ രീതികളെല്ലാം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യുവതികളുടെയൊക്കെ ഒരു ധാരണ എന്താണെന്നറിയോ, നല്ല ഭംഗിയായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും, അതൊരു അട്രാക്ഷൻ്റെ വഴിയാണെന്ന്. പക്ഷേ ലോകത്തിൻ്റെ രീതിയിൽ മേക്കപ്പ് ചെയ്ത് നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ആകർഷിക്കപ്പെട്ട ആരെങ്കിലും നമ്മിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ല, ലോകത്തിൻ്റെ അരൂപിയുള്ളവരെ വരൂ. അത് തിരിച്ചറിയാൻ ഇന്ന് നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് ഇതുപോലെ മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണേ. എൻ്റെ സൗന്ദര്യം, എൻ്റെ ഭംഗി, അതിനെ അട്രാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ ആകർഷിച്ച് ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. വചനത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലേ, ഞാൻ എവിടെയാണ് നോക്കുക, ദൈവം ഹൃദയത്തിൻ്റെ ഭാവമാണ് നോക്കുക. മനസ്സിൻ്റെ ഭാവം നോക്കുന്ന ദൈവം നമ്മിലേക്ക് വരുന്നത് നമ്മുടെ മോടിയായ വസ്ത്രധാരണ രീതിയിലോ മേക്കപ്പ് ചെയ്ത് നടക്കുന്നതിലോ ഒന്നുമല്ല. ഈ ബോധ്യമൊക്കെ നമ്മുടെ മക്കൾക്ക്, യുവജനങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയം നോക്കി, മനസ്സ് നോക്കിയാണ് വരുന്നത്. നമ്മളെ നോക്കി, നമ്മുടെ രീതികളെ നോക്കി, നമ്മുടെ പ്രവൃത്തി നോക്കി, നമ്മുടെ സംസാരം, ചിരിയൊക്കെ നോക്കി ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ അതൊക്കെ പിശാച് നമുക്കൊരുക്കുന്ന കെണിയാണ്. അത് തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന ഉയർത്തണം. ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കഴിവ് ലോകത്തിന് മുഴുവൻ, ലോകത്തിലെ എല്ലാ മക്കൾക്കും കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉയർത്തണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ വിശുദ്ധമായൊരു തലമുറ ഇനി ലോകത്ത് വരുള്ളൂ. അങ്ങനെ വിശുദ്ധമായൊരു തലമുറയെ കൊണ്ടുവരാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നമ്മളിലുണ്ട്. നമ്മൾ വിശുദ്ധമായ തലമുറയ്ക്ക് വേണ്ടി എത്ര പരിഹാരം ചെയ്ത്, എത്ര തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ, ഒപ്പം പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇത്രയൊക്കെ വേണോ? നല്ലതാണെന്ന് തോന്നണില്ല കേട്ടോ. അത്രയും മതി, അത്രയും ചെയ്താൽ മതി. അല്ലാതെ ഇത് പാടില്ല എന്ന് നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പോകണ്ട, ഇന്ന് ഈ ഡ്രസ്സ് നീ ഇടണ്ട എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഇഷ്ടമാണ്, അതിൽ കൈ കടത്തണ്ട എന്ന് പറയണതാണ് നമ്മുടെ മക്കൾ അല്ലേ. അങ്ങനെയുള്ള മക്കളുടെ മുമ്പിൽ എന്ന് വിചാരിച്ച് വായ അടച്ചിരിക്കാൻ ഒരിക്കലും ചെയ്യരുത്. അവരോട് പറയണം, ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല, ഈ വഴി നല്ലതല്ല, അല്ലെങ്കിൽ ഈ രീതി നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല. പറയേണ്ടത് എൻ്റെ കടമ, അത് ഞാൻ പറഞ്ഞു. അത്രയും നമ്മൾ പറഞ്ഞിട്ട് പ്രാർത്ഥന ഉയർത്തിയ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ യുവജനം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവും. ഒത്തിരി ദൈവകൃപയിൽ വളരണ മക്കളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ വഴി തെറ്റിപ്പോണ മക്കളാണ്. ഞാൻ ഈ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് 7ാം ക്ലാസ് തുടങ്ങി 10ാം ക്ലാസ് വരെ കൗൺസിലിംഗിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഒരു ഭാവമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്. ഈ മക്കളെ അടുത്ത നമ്മുടെ തലമുറ, ഇവരിനി എങ്ങനെ നമുക്ക് തിരിച്ചു പിടിച്ചിട്ട് വരാൻ പറ്റും? ഒറ്റ വഴിയേ ഉള്ളൂ, പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥന ഉയർത്താം. ആ പ്രാർത്ഥന ഉയർത്തുന്നതോടൊപ്പം തിരുത്താനുള്ളൊരു കടമയും നമുക്കുണ്ട്. അത് എതിർപ്പ് വരാത്ത വിധത്തിൽ, പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കണതെങ്കിൽ അത് അവർക്ക് എതിർപ്പില്ലാത്ത വിധത്തിൽ അവരിൽ കൊള്ളും നമ്മൾ പറയണ കാര്യം. അങ്ങനെ കൊള്ളിക്കാനുള്ളൊരു കടമ നമ്മൾക്കുണ്ട്. നമ്മുടെ മക്കളാവട്ടെ, ബന്ധുക്കളുടെ ആവട്ടെ, അയൽപക്കത്തെ ആവട്ടെ, എവിടെയാവട്ടെ, കാണുമ്പോൾ അത് ശരിയല്ല,
അത് തെറ്റാണ്, ആ രീതി ശരിയല്ല എന്ന് പറയാനുള്ളൊരു കടമ നമ്മൾക്കുണ്ട്. ആ കടമ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കണ്ണടച്ചിരുന്ന് ഒന്നും കണ്ടില്ല, ഞാനിരുന്ന് പ്രാർത്ഥന ഉയർത്തിയാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാണുമ്പോൾ പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അതിനുള്ളൊരു ധൈര്യം നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് നേടിയെടുക്കണം. ഒപ്പം തന്നെ ഈ വിശുദ്ധി, ആന്തരികമായ വിശുദ്ധി, അതാണ് ദൈവത്തെ ദർശിക്കാനുള്ള മാർഗം. അത് എത്തിപ്പെടാൻ, അതിനെ തേടിയെടുക്കാൻ നമ്മുടെ മക്കൾക്കൊക്കെ തോന്നണം. ആന്തരിക വിശുദ്ധിയുടെ ഭംഗി അത് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ അവരെ പഠിപ്പിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തതാണ്, ഒരു വ്യക്തി എൻ്റെ മുൻപിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. ആ ആൾ നന്നായി പ്രാർത്ഥനയിലുള്ളൊരു വ്യക്തിയാണ്. അന്ന് നല്ല പനിയാണ്, പക്ഷെ പോകേണ്ട സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ പനിച്ചിട്ട് നന്നായി വിറച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു സിസ്റ്റർ ബസ്സിൽ കയറിയപ്പോൾ ഈ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സിസ്റ്റർ അടുത്തിരുന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ അറിയാതെ സിസ്റ്ററുടെ ആ ഉടുപ്പിൽ കൈ പിടിച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഈ പനി മാറി എനിക്കിന്ന് പോകാൻ പറ്റണം. അതായത് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് മാറിയാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ വ്യക്തി എൻ്റെ അടുത്ത് സാക്ഷിയായിട്ട് വന്ന് പറഞ്ഞതാ, ആ സിസ്റ്ററിൻ്റെ ഉടുപ്പിൽ തൊട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് ആ പനി മാറിയിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയേ. എന്നിട്ട് ആ വ്യക്തി എന്നെ പറഞ്ഞതാ, അതാണ് വിശുദ്ധി സിസ്റ്ററെ, അതാണ് വിശുദ്ധി. സത്യമാ പറഞ്ഞത്. ഇതാണ് ആന്തരിക വിശുദ്ധി. നിയമാവർത്തനം 28:10. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് വേണം. അത് വിശുദ്ധിയാണ്. തിന്മയുടെ ഏത് ശക്തി വരുമ്പോഴും അതിൻ്റെ മധ്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അവർ ഭയപ്പെട്ട് മാറും. അതാണ് ഈ വിശുദ്ധി കൊണ്ടുള്ള ഉപകാരം. ഈ വിശുദ്ധി, ആന്തരിക വിശുദ്ധി എന്നിലുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ ചുറ്റും ദൈവത്തിൻ്റെ സക്കറിയ 2:5 വചനമില്ലേ, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് വിശുദ്ധിയുടെ വലയം നമ്മുടെ ചുറ്റും കിട്ടും. നമ്മൾ നടന്നു പോകുമ്പോൾ തിന്മയുടെ വ്യക്തികൾ ഭയപ്പെട്ട് മാറും. നിയമാവർത്തനം 28:10 അവിടെ സംഭവിക്കും. വിക്ടർ ബ്രദർ, കൊച്ചിൻ കാത്തലിക് പ്രയർ ഗ്രൂപ്പിൻ്റെ ആ ബ്രദറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കണതാണ്. ആ ബ്രദർ 1 വർഷം വചനം വായിക്കാൻ വീടിൻ്റെ ഉള്ളിൽ അടയിരുന്നു വചനത്തിൻ്റെ പുറത്ത്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ബ്രദറിൻ്റെ പ്രയർ ശുശ്രൂഷകളിലേക്ക് ബ്രദർ ഇങ്ങനെ നടന്നു പോണ വഴിയിലില്ലേ, അവിടെ നിൽക്കണ മദ്യപാനികൾ, ലോകത്തിൻ്റെ ജടിക പാപമേഖലയിലുള്ള എല്ലാവരും ബ്രദർ നടന്നു പോണ വഴിയിൽ നിൽക്കുന്നവർക്ക് മാനസാന്തരം. അത് സംഭവിച്ചത് ആ ബ്രദറിൻ്റെ വിശുദ്ധി, വചനത്തിന്മേൽ അടയിരിക്കുമ്പോഴാണ് ഈ വിശുദ്ധി. സങ്കീർത്തനം 119:9 വചനം, തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചു കൊണ്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വ്യാപരിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റുക. അതിൻ്റെ ഉദാഹരണം ആ ബ്രദർ ഇതുപോലെ എൻ്റെ മുമ്പിൽ വന്ന ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിയമാവർത്തനം 28:10 വചനത്തിൻ്റെ അഭിഷേകം അവിടെ നിറഞ്ഞു. തിന്മയുടെ ശക്തി അവിടെ നിന്ന് വിട്ടുപോയി. ഇതാണ് ഈ വിശുദ്ധി സ്വന്തമാക്കിയാലുള്ള ഉപകാരം. ഇതുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റും. നമ്മളൊന്നും പറയാതെ തിന്മ പ്രവർത്തന മേഖലകളിലേക്ക് വിശുദ്ധി, ആന്തരിക വിശുദ്ധിയോടുകൂടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ തിന്മയുടെ ശക്തികൾ അവിടെ നിന്ന് അകന്നു പോകും. അങ്ങനെ ഒരു ബോധ്യത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ യുവജനങ്ങളൊക്കെ വളർന്നു വരുവാനും നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മയുടെ ശക്തികളെ തിരിച്ചറിയാനുള്ളൊരു വലിയ കൃപ ഈ കാലഘട്ടത്തിന് ലഭിക്കാനായിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒപ്പം നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ ഒരു വിശുദ്ധിയിലേക്ക് വളർത്താൻ. ഞാൻ വീണ്ടും പറയണു, ചെറുപ്പത്തിലേ കൊടുത്താൽ അവരിൽ ആ വിശുദ്ധി വളർന്നു വരുവുള്ളൂ. അങ്ങനെ ആ വിശുദ്ധിയിൽ വളർന്ന് തിരുസഭയ്ക്ക് വിശുദ്ധരായ വൈദികര്, സമർപ്പിതര്, അൽമായ പ്രേക്ഷിതര് ഉണ്ടാവാനായിട്ട് നമ്മൾ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണം. ഇനിയത്തെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ ലോകത്തിൻ്റെ മുൻപിൽ സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.